പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ പരിശോധിക്കാൻ പോകുന്നത് കൃഷ്ണകുമാർ, താങ്കൾക്ക് ഒരു ഫോൺ കോൾ വന്നു. കൃഷ്ണകുമാർ, താങ്കൾക്ക് ഒരു ഫോൺ കോൾ വന്നു. ഇതുപോലെ നിങ്ങൾക്ക് റിംഗ് ട്യൂണ് സെറ്റ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വെബ്സൈറ്റ് ആണ് കേട്ടോ. എന്തായാലും റിംഗ് ട്യൂൺ ഇഷ്ടമുള്ള കൂട്ടുകാർ ഈ വീഡിയോ നിങ്ങൾ മുഴുവനായി കാണുക. ഇത് എല്ലാവർക്കും ഉപകാരമായിട്ടുള്ള ഒരു സബ്ജക്റ്റ് ആണ്. ഇത് വെബ്സൈറ്റ് ഏതാണ്, കാര്യങ്ങളെല്ലാം നമുക്ക് വീഡിയോ കണ്ട് മനസ്സിലാക്കാം. എപ്പോഴും പറയും പോലെ യൂട്യൂബിലാണ് ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കുക. ഇനി നിങ്ങൾ ഫേസ്ബുക്കിലാണ് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഈ പേജ് ഒന്ന് ഫോളോ ചെയ്യുക. നിങ്ങളുടെ കൂട്ടുകാർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. എന്തായാലും നമുക്ക് ആ വെബ്സൈറ്റ് ഏതാണെന്ന് നോക്കാം. വീഡിയോയിലേക്ക് പോകാം. ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾ ഈ വെബ്സൈറ്റിലേക്ക് പ്രവേശിക്കുക. ഇനി നിങ്ങൾ ഫേസ്ബുക്കിലാണ് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഞാൻ ഫസ്റ്റ് കമന്റിൽ ഈ ലിങ്ക് പിൻ ചെയ്ത് വെച്ചേക്കാം. ഇല്ല, നിങ്ങൾക്ക് ഫേസ്ബുക്ക് വഴി കാണുമ്പോഴത്തേക്ക് ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ യൂട്യൂബിൽ MK ചോയ്സ് എന്ന് സെർച്ച് ചെയ്താൽ മതി. ഇതേ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഈ ലിങ്ക് കാണും. അതുവഴി നിങ്ങൾക്ക് ഈ വെബ്സൈറ്റിൽ പ്രവേശിക്കാവുന്നതാണ്. ഇതാണ് ആ വെബ്സൈറ്റ്. നമുക്കിവിടെ താഴെ കാണാൻ സാധിക്കും ക്രിയേറ്റ് യുവർ നെയിം റിംഗ് ട്യൂൺ എന്ന് പറഞ്ഞ ഫസ്റ്റ് ഓപ്ഷൻ നമ്മൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് കുറച്ച് താഴേക്ക് പോകുമ്പോഴത്തേക്ക് നമുക്ക് രണ്ട് ബോക്സ് കാണാൻ സാധിക്കും. അതിൽ ഫസ്റ്റില് സ്റ്റെപ്പ് 1, സ്റ്റെപ്പ് 2 എന്ന് പറഞ്ഞ രണ്ട് ബോക്സ് ആണ് നമുക്കത് കാണാൻ സാധിക്കുന്നത്. അതിൽ ഫസ്റ്റിൽ നമ്മുടെ പേര് നമ്മളിവിടെ എന്ത് ചെയ്യണം, എൻ്റർ ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഇംഗ്ലീഷിൽ തന്നെ എൻ്റെ പേര് ഞാൻ എൻ്റർ ചെയ്തു. ഇനി അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ബോക്സ് ഒന്ന് ചെക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്കിവിടെ ഒരു വോയിസ്, എന്ത് വോയിസ് ആണോ നമുക്ക് ആവശ്യം അത് നമുക്കിവിടെ മലയാളത്തിലായിരുന്നാലും ഇംഗ്ലീഷ് ആയിരുന്നാലും നമുക്കിവിടെ ടൈപ്പ് ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ മലയാളത്തില് ഫോൺ എടുക്കുമെന്ന് ഞാൻ ടൈപ്പ് ചെയ്തിരിക്കുകയാണ്. അതിനുശേഷം നമുക്കിവിടെ താഴെ മാക് റിംഗ് ട്യൂൺ എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാൻ സാധിക്കും. നമ്മളത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇങ്ങനെ കാണാൻ സാധിക്കും. നമ്മളിവിടെ സെലക്ട് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് എന്ന് പറയുന്ന ഓപ്ഷൻ കാണാൻ സാധിക്കും. അത് കണ്ടിന്യൂ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഒരേ റിംഗ് ട്യൂൺ ഇവിടെ കാണാൻ സാധിക്കും. അതിൽ നമുക്കൊരു റിംഗ് ട്യൂൺ ഞാനിപ്പോൾ എടുക്കാൻ പോവുകയാണ്. അതിനുശേഷം നമുക്ക് ഇവിടെ വെച്ച് പ്ലേ നോക്കാം. ആ റിംഗ് ട്യൂൺ നമുക്ക് ചെക്ക് ചെയ്യാം ഇതുപോലെ. അതിനുശേഷം സെറ്റ് സെലക്ഷൻ എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് നമുക്കിവിടെ കാണാൻ സാധിക്കും അത് ക്രിയേറ്റ് ആയത് ഇവിടെ കാണാൻ സാധിക്കും. നമ്മളിങ്ങനെ നമ്മളിത് പ്ലേ ചെയ്യുന്ന സമയത്ത് നോക്കിക്കോളൂ. കൃഷ്ണകുമാർ, ഫോൺ എടുക്കൂ. കൃഷ്ണകുമാർ, ഫോൺ എടുക്കൂ. അതിനുശേഷം ഇവിടെ ഡൗൺലോഡ് റിംഗ് ട്യൂൺ എന്ന് പറയുന്ന ഓപ്ഷൻ കാണാൻ സാധിക്കും. നമ്മൾ അതൊന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം MP3 ആയിട്ട് നമ്മൾ ഡൗൺലോഡ് ചെയ്യുക. അതിനുശേഷം നമ്മൾ നമ്മുടെ ഫയൽസിൽ നോക്കിക്കഴിഞ്ഞാൽ ആ റിംഗ് ട്യൂൺ ഇവിടെ കാണാൻ സാധിക്കും. അതിനുശേഷം നമ്മൾ ഈ 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം സെറ്റ് ആസ് റിംഗ് ട്യൂൺ എന്ന് പറയുന്ന ഓപ്ഷൻ കാണാൻ സാധിക്കും. നമ്മൾ അതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ആ റിംഗ് ട്യൂണ് അവിടെ ആയത് നമുക്കിവിടെ കാണാൻ സാധിക്കും. ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്തതിന് ശേഷം സൗണ്ട് ആൻഡ് വൈബ്രേഷൻ എന്ന് പറയുന്ന ഓപ്ഷൻ കാണാൻ സാധിക്കും. അതിൽ നമുക്ക് റിംഗ് ട്യൂണിന്റെ ഓപ്ഷൻ കാണാൻ സാധിക്കും. അവിടെ നമുക്ക് നമ്മൾ സെറ്റ് ചെയ്ത ഈ റിംഗ് ട്യൂണ് ഇതുപോലെ ഇവിടെ വെച്ച് നമുക്ക് ഇതുപോലെ സെറ്റ് ചെയ്ത് കൊടുക്കാവുന്ന, ഇത് ഇങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. എന്തായാലും ഇത് നിങ്ങൾക്ക് റിംഗ് ട്യൂൺ ഇഷ്ടമായിട്ടുള്ള എല്ലാ സുഹൃത്തുക്കളും ഈ സൈറ്റ് ഉപയോഗപ്പെടുത്തുക. മറ്റൊരു വീഡിയോയുമായി എത്തുന്നവരെ ഗുഡ് ബൈ. MK ചോയ്സ്.